നിയമസഭയിൽ ഗവർണറുടെ നീക്കങ്ങളിൽ ഉറ്റുനോക്കുകയാണ് ഇന്ന് രാഷ്ട്രീയ കേരളം. മുഖ്യമന്ത്രി ഗവർണർക്ക് ബൊക്കെ നൽകി സ്വീകരിക്കുമ്പോൾ ഗവർണറുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? അദ്ദേഹം ചിരിക്കാൻ സാധ്യതയുണ്ടോ? ചിരിക്കുമായിരിക്കും അല്ലേ? നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്രത്തിനെതിരായ വിമർശനങ്ങൾ ഈ ഈ പ്രസംഗത്തിലുണ്ടെങ്കിൽ ഗവർണർ ആ ഭാഗം വിട്ടുകളയാൻ സാധ്യതയില്ലേ? അത് വായിക്കുമോ അദ്ദേഹം? ഇങ്ങനെ കുറേ സംശയങ്ങൾ ഇന്ന് ഉണ്ട്. നയപ്രഖ്യാപന പ്രസംഗം നടത്താൻ എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭയിൽ എത്തുന്നതോടെ ഈ സംശയങ്ങൾക്ക് അറുതിയാകും. അതിൻ്റെ സൂചനകളുമായി അലക്സ് റാം മുഹമ്മദ് രാജ്ഭവന് മുന്നിൽ നിന്ന്, അതായത് കവടിയ രാജ്ഭവന് മുന്നിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. അലക്സ് റാം മുഹമ്മദ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ 15ാം കേരള നിയമസഭയുടെ 10ാമത് സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. ബജറ്റ് സമ്മേളനമാണ്. അത് ഇന്ന് ആരംഭിച്ച് മാർച്ച് മാസം 27-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന 32 ദിവസത്തെ സഭാ സമയമാണ് നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പൊക്കെ, ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണെങ്കിൽ, അത്തരത്തിലൊരു പ്രഖ്യാപനം വരികയാണെങ്കിൽ ആ സമയത്ത് കക്ഷികളുമായി ആലോചിച്ച് സഭ നീട്ടുന്ന കാര്യമോ അല്ലെങ്കിൽ ചുരുക്കുന്ന കാര്യമോ ഒക്കെ ആലോചിക്കുമെന്ന് സ്പീക്കർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് ഇന്ന് സഭ ആരംഭിക്കുക. ഞാനുള്ളത് രാജ്ഭവൻ്റെ മുന്നിലാണ്. ഇന്നലെ രാത്രി പാലക്കാട് നിന്ന് തിരിച്ച് ഗവർണർ ഇന്ന് പുലർച്ചെയാണ് രാജ്ഭവനിലെത്തിയത്. 5 മണിയോടുകൂടി അദ്ദേഹം രാജ്ഭവനിലെത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു 8:45, 8:50 ആകുമ്പോൾ അദ്ദേഹം രാജ്ഭവനിൽ നിന്ന് പുറത്തേക്ക് വരും. അതിനുശേഷം നേരെ നിയമസഭയിലേക്കായിരിക്കും എത്തുക. നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ സ്പീക്കർ എൻ ഷംസീർ, നിയമമന്ത്രി പി രാജീവ് തുടങ്ങിയവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. കൗതുകകരമായും രാഷ്ട്രീയമായും ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ്. കാരണം നേരത്തെ സർക്കാരും ഗവർണറുമായുള്ള പോര് അത് എത്രത്തോളം മൂർച്ഛിച്ചു നിന്നു എന്ന് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ഈ നവകേരള സദസ്സിലുടനീളം ചാൻസലർ ഈ സർവകലാശാലകളെ അല്ലെങ്കിൽ ആ അധികാരവുമായി ബന്ധപ്പെട്ട തർക്കം കാര്യമായി തന്നെ നിലനിന്നിരുന്നു. അതിൽ സർക്കാർ ഗവർണർക്കെതിരെ കാര്യമായ വിമർശനമാണ് ഈ നവകേരള സദസ്സിലുടനീളം ഉന്നയിച്ചത്. SFI അടക്കം ഗവർണർക്കെതിരെ പ്രക്ഷോഭ രംഗത്തുണ്ട്. നേരത്തെ ഒരു തവണ, അതായത് പുതിയ മന്ത്രിമാരായ KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിന് മുന്നോടിയായിട്ടെങ്കിലും SFI ഈ സമരത്തിൻ്റെ തീവ്രത കുറയ്ക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. സർവകലാശാലകളിൽ RSS നോമിനികളെ തിരികെ കയറ്റി ഗവർണർ അല്ലെങ്കിൽ ചാൻസലർ എന്നാരോപിച്ചായിരുന്നു SFI സമരം ആരംഭിച്ചത്. അത്തരത്തിൽ ഒരു തരത്തിലുള്ള ഒരു കുറവിന് SFI തയ്യാറായില്ല. ഇന്നും കഴിഞ്ഞ ദിവസവും സമാനമായി തന്നെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നെങ്കിലും അതും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്നലെ രാത്രിയും SFI പാലക്കാട് ഗവർണർക്കെതിരെ കാര്യമായ തോതിൽ തന്നെ പ്രതിഷേധിച്ചു. ഗവർണറും രൂക്ഷമായ ഭാഷയിൽ ആ പ്രതിഷേധത്തെ അല്ലെങ്കിൽ പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്തത് നമ്മൾ കണ്ടതാണ്. എന്താണെങ്കിലും ഈ ഒരു പശ്ചാത്തലമൊക്കെ നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, കേന്ദ്ര സർക്കാരിനെതിരായ രൂക്ഷമായ വിമർശനം, പ്രത്യേകിച്ച് ഫെഡറൽ സംവിധാനങ്ങളെ കേന്ദ്ര സർക്കാർ തകർക്കുന്നു, സംസ്ഥാനത്തിനെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നു, സാമ്പത്തികമായി ഞെരുക്കുന്നു തുടങ്ങിയ പരാതികൾ സംസ്ഥാനത്തിനുണ്ട്. വരുന്ന ഈ ഫെബ്രുവരി മാസം 8-ാം തീയതി ഡൽഹിയിൽ ഇത് സംബന്ധിച്ച് സമരത്തിൽ സർക്കാർ അണിനിരക്കുകയാണ്. രൂക്ഷമായ പ്രതികരണം കേന്ദ്രത്തിനെതിരെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, ഈ നയപ്രഖ്യാപനത്തിൽ ഈ ഭാഗം ഗവർണർ വായിക്കുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്ന കാര്യം. അതുമാത്രമല്ല, നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ഒരു കാര്യം, ഈ ചാൻസലർ വിഷയവുമായി ബന്ധപ്പെട്ട് ഗവർണർക്കെതിരെ ഒരുപക്ഷെ ഏതെങ്കിലും ഭാഗങ്ങൾ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്. നിലവിലെ സൂചന പ്രകാരം അത്തരത്തിലൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഗവർണറെ ചൊടിപ്പിക്കേണ്ട, പ്രകോപിപ്പിക്കേണ്ട എന്നുള്ളതാണ് സർക്കാർ നിലപാട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ ഉദാഹരണമായി നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, ഈ റിപ്പബ്ലിക് ദിനത്തിൻ്റെ അറ്റ് ഹോം പരിപാടിയിൽ, അതായത് ഗവർണർ രാജ്ഭവൻ വിരുന്നൊരുക്കുന്ന പരിപാടിയിൽ ഇന്നലെയാണ് സർക്കാർ 20 ലക്ഷം രൂപ രാജ്ഭവൻ്റെ തന്നെ ആവശ്യപ്രകാരം അനുവദിച്ചു നൽകിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ നയപ്രഖ്യാപന പ്രസംഗം സർക്കാർ അതിൻ്റെ കരട് ഗവർണർക്ക് നൽകിയതിനു ശേഷം ആ കരട് പരിശോധിക്കുകയോ അതിന് മറ്റ് ആവശ്യങ്ങളോ അല്ലെങ്കിൽ മറ്റു തിരുത്തലുകളോ ഒന്നും കൂടാതെ തന്നെ കരട് അംഗീകരിക്കുകയും ചെയ്തു ഗവർണർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ പ്രധാനപ്പെട്ട അഭിസംബോധന മലയാളത്തിൽ മാത്രമായിരിക്കും അഭിസംബോധന ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ എന്തായാലും അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനങ്ങൾ ഒഴിവാക്കിയാൽ പോലും അത് സഭാരേഖയിൽ ഉൾപ്പെടും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. എന്താണെങ്കിലും ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. പ്രധാനമായി ഉന്നത വിദ്യാഭ്യാസ മേഖല, IT, അതുപോലെ സഹകരണം തുടങ്ങിയ മേഖലകളിൽ ഊന്നിയ നയപ്രഖ്യാപനമായിരിക്കും ഗവർണർ നടത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. താങ്ക് യു. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരം കവടിയ രാജ്ഭവന് മുന്നിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.